discuss about the chain rule. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ചെയിൻ റൂളാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പ്ലസ് ടുവിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്ത്, if f and g are functions such that the domain of f includes the range of g, we can define the composite function h equal to f composition g by the equation h of x equal to f of g of x. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ എച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എഫ് ജി എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫിൻ്റെ ഡൊമൈനിൽ റേഞ്ച് ഓഫ് ജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഈ കേസിലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ റൂള് ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുന്നതാണ് ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആൻഡ് എച്ച് ബി ദ കോമ്പോസിറ്റ് ഓഫ് എഫ് ആൻഡ് ജി. That is h equal to f composition g. Then h is also a differentiable function and h dash of x equal to f composition g dash of x, which is equal to f dash of g of x into g dash of x. അപ്പോൾ ചെയിൻ റൂൾ എന്ന് പറയുന്നതാണ് എച്ച് എന്ന് പറയുന്നത് എഫിൻ്റെയും ജിൻ്റെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എച്ചും ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ റൂളിലെ ചെറിയൊരു പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്രൂഫ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഗിവൺ h equal to f composition g. f composition g ആണ് h എന്ന് പറയുന്നത്. അപ്പോൾ ഇനി for any x in the domain of g, ഡെഫിനേഷൻസ് അനുസരിച്ച് നമുക്കറിയാം എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് അല്ലേ. അതുപോലെ നമ്മൾ ഈ ജി ഓഫ് എക്സിനെ ഒരു യു എന്ന് പറഞ്ഞ ഫംഗ്ഷനായിട്ട് കൊടുത്തു. ലെറ്റ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ്, സോ ദാറ്റ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് യു വരും. ഇനി ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സിലുണ്ടാകുന്ന സ്മോൾ ചേഞ്ച് ആണ്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം അല്ലേ. ലെറ്റ് ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെൻറ്റ് വിച്ച് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് in x. അപ്പോൾ എക്സിനുള്ള കറസ്പോണ്ടിങ് ചേഞ്ച് നമ്മുടെ ജി ഓഫ് എക്സിലും വരും. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞ ഫംഗ്ഷനിലും ഈ ചേഞ്ച് ഉണ്ടാവും. എക്സിൽ ചേഞ്ച് ഉള്ള അനുസരിച്ച് ജി ഓഫ് എക്സിലും ചേഞ്ച് ഉണ്ട്. ആൻഡ് ദ corresponding change in u ബി ഡെൽറ്റ യു. അപ്പോൾ യുവിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്. സോ ദാറ്റ് ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്ത് വരും, ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചും അതുപോലെ ജി ഓഫ് എക്സ് ഇതിൻ്റെ ആ ഡിഫറൻസ് ആണ് നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് അല്ലേ. എക്സിൽ ഡെൽറ്റ എക്സ് ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്.
പിന്നെ നമ്മൾ g of x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. then by definition of derivative g dash of x എന്ന് പറയുന്നത് എന്ത് കിട്ടും? du by dx ആണ്. അതിനെ നമ്മൾ ലിമിറ്റിൻ്റെ ഫോമിൽ എഴുതി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതി. നമുക്ക് ഡെൽറ്റ യു അറിയാം, ഡെൽറ്റ എക്സ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഇനി എച്ച് എന്ന് പറയുന്നത് ഇതിവിടെ എച്ച് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് യു ആണ് അല്ലേ. അപ്പോൾ സിൻസ് h is a function of u, h is a function of u, h യുവിൻ്റെ ഫങ്ഷൻ ആയതുകൊണ്ട് ഡെൽറ്റ യുവിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ യുവിലുണ്ടാകുന്ന ചേഞ്ചാണ് നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത്. അപ്പോൾ അതേ ചേഞ്ച് നമ്മുടെ എച്ച് എന്ന് പറഞ്ഞ ഫങ്ഷനിലും ഉണ്ടാവും അല്ലേ. കറസ്പോണ്ടിങ് ടു ദ ചേഞ്ച് ഡെൽറ്റ യു, corresponding to the change delta u in the function u, there is a change delta h in h എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. h ഈക്വൽ ടു എഫ് ഓഫ് യു. h എന്ന് പറഞ്ഞ ഫംഗ്ഷനിലും ഇതേ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഡെൽറ്റ യുവിൽ അല്ല യുവിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ച് എച്ചിലും ചേഞ്ച് ഉണ്ടാവും. ഓൾസോ സിൻസ് ദ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ജി ഈസ് കണ്ടിന്യൂസ്, ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അല്ലേ. ജി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ല, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ആയതുകൊണ്ട്, അതുപോലെ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ യു എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് delta x tends to 0 implies delta x 0യിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നതും 0യിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ ദെൻ നമുക്ക് എഫ് ഡാഷ് ഓഫ് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ എഫ് ഡാഷ് ഓഫ് യു ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി യു ആണ് അല്ലേ. ഡി എച്ച് ബൈ ഡി യു ആണ് വിച്ച് ഈസ് ഈക്വൽ ടു limit delta u tends to 0 delta h by delta u which is equal to നമുക്കറിയാം ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ ഡെൽറ്റ യു ടെൻസ് ടു 0 ആകും. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ യുവിന് പകരം ഇവിടെ ഡെൽറ്റ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു. ഇനി ദെൻ limit delta x tends to 0 delta h by delta x കണ്ടുപിടിക്കാം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഞാൻ അതിനെ ഇങ്ങനെ എഴുതി ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു ഇൻറ്റു ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതി. അപ്പോൾ ഡെൽറ്റ യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് ബൈ പ്രൊഡക്റ്റ് റൂൾ ഓഫ് ലിമിറ്റ്സ്. പിന്നെ ഇത് സിൻസ് ബോത്ത് ലിമിറ്റ്സ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് എക്സിസ്റ്റ്, ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദ ലിമിറ്റ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൾസോ എക്സിസ്റ്റ്. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഹെൻസ് എച്ച് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ആൻഡ് ഹെൻസ് എച്ച് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഓൾസോ
F composition G dash of x equal to h dash of x, which is equal to limit delta x tends to 0 delta h by delta x, which is equal to limit delta x tends to 0 delta h by delta u into ഇങ്ങനെ നമ്മൾ ഇതിനെ ജസ്റ്റ് മാറ്റി എഴുതി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് ഇതിനെ നമ്മൾ മാറ്റി എഴുതി. ഇപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് എന്താണ് എഫ് ഡാഷ് ഓഫ് യു ആണ്. എഫ് ഡാഷ് ഓഫ് യു ആണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്താണ് നമ്മൾ ആദ്യം കണ്ടതാണ്. അതെന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് യു ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? യു എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണ് യു എന്ന് പറയുന്നത് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. നമ്മുടെ ചെയിൻ റൂൾ വെച്ചിട്ട് എഫ് കോമ്പോസിഷൻ ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആ ചെയിൻ റൂൾ വെച്ച് പ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ ലെബനീസ് നൊട്ടേഷനിൽ നമ്മൾ ചെയിൻ റൂള് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതെന്താ നോക്കാം. ചെയിൻ റൂളിനെ നമ്മൾ ഇപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ ഫോമിലാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ലെബനീസ് നൊട്ടേഷനിലാണെങ്കിൽ ഇപ്പോൾ റിമാർക്കായിട്ട് എഴുതിക്കോ. To compute the derivative of f composition g at x, we first compute the derivative of f at the point u where u equal to g of x and multiplies this by g dash of x. അപ്പോൾ ഇനി ലെബനീസ് നൊട്ടേഷനിൽ നമ്മൾ പറയുകയാണ്. ഇൻ ലെബനീസ് നൊട്ടേഷൻ if y is a function of function ഞാൻ ഷോർട്ടായിട്ട് എഴുതില്ല കേട്ടോ function of u and u is a function of x. y എന്ന് പറയുന്നത് യുവിൻ്റെ ഒരു ഫംഗ്ഷനും യു എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ലെബനീസ് നൊട്ടേഷനിൽ നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ടാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നതായിരിക്കും dy by du ഇൻറ്റു du by dx ആയിരിക്കും. കാരണം y എന്ന് പറയുന്നത് യുവിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ വൈനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ യു എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലെബനീസ് നൊട്ടേഷനിലുള്ള ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ചെയിൻ റൂളിൽ തന്നെ നമ്മൾ പവർ റൂളും അതിന് ശേഷം ഒരു പവർ റൂളും അതുപോലെ റാഷണൽ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂളും പഠിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂളും റാഷണൽ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് പവർ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. പവർ ഓഫ് എ ഫംഗ്ഷൻ റൂള് if f is a differentiable function of x and n is any integer then gn of x എന്ന് പറയുന്നത് g of x whole power n ആണ് gn of x എന്ന് പറയുന്നത് which is differentiable and gn dash of x nth പവറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു ജി ഓഫ് എക്സ് ഹോൾ പവർ n മൈനസ് 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയിൻ റൂൾ തന്നെയാണ് യൂസ് ചെയ്തത്. ജി എൻ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് n ഇൻറ്റു ജി ഇപ്പോൾ ജി എൻ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, അതിൻ്റെ കൂട്ടത്തിൽ ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ കൂടെ ചെയ്യാം. അപ്പോൾ ഇത് ലെബനീസ് നൊട്ടേഷനിലാണെങ്കിലോ ലെബനീസ് നൊട്ടേഷനിലാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഇഫ് യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് യു പവർ എൻ എന്ന് പറയുന്നത് വരും എൻ ഇൻറ്റു യു പവർ എൻ മൈനസ് 1 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലെബനീസ് നൊട്ടേഷനിൽ നമ്മുടെ ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഇൻ ലെബനീസ് നൊട്ടേഷൻ ഇഫ് യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്
ഇഫ് യു ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു പവർ എൻ ഈക്വൽ ടു എൻ ഇൻറ്റു യു പവർ എൻ മൈനസ് 1 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ നമുക്ക് മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ വഴി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ ജീൻ്റെ അതേ മെത്തേഡ് തന്നെ, അത് വെച്ചിട്ട് തന്നെയാണ് ഈ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പവർ എൻ ആണെങ്കിലോ, എക്സ് പവർ എൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എക്സ് അല്ല, ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടി ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അടുത്ത റാഷണൽ പവർ ഓഫ് എ ഫങ്ഷൻ റൂളും കൂടെ നോക്കാം. ജസ്റ്റ് അതൊന്ന് സ്റ്റേറ്റ് ചെയ്യാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാനുണ്ട്, അതും കൂടെ നോക്കാം. റാഷണൽ പവർ ഓഫ് എ ഫങ്ഷൻ റൂളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് റാഷണൽ പവർ റൂൾ എന്താണെന്ന് നോക്കാം. ഇഫ് ആർ ഈസ് എനി റാഷണൽ നമ്പർ ദെൻ എക്സ് പവർ ആർ ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ ആർ എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 തന്നെ. അപ്പോൾ ആർ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണെങ്കിലും ഇൻറ്റിജർ ആണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ്, നമ്മൾ മുന്നേ കണ്ടതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ ആർ എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ റാഷണൽ പവർ ഓഫ് എ ഫങ്ഷൻ റൂളും കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് എക്സിന് പകരം ഇവിടെ ഒരു ഫങ്ഷൻ ആണെങ്കിൽ വരുന്നതെങ്കിൽ അതിൻ്റെ പവർ റൂൾ എന്താണ്, അതാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിന് പ്രൂഫ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ആ പ്രൂഫും റാഷണൽ പവർ റൂളും നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇത്രയും ക്ലിയർ ആക്കി വെക്കുക. എന്ത് ചെയ്യുക, ചെയിൻ റൂളും അതുപോലെ പവർ ഓഫ് എ ഫങ്ഷൻ റൂളും നല്ല ക്ലിയർ ആക്കുക. അതിൻ്റെ പ്രൂഫൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.